എനിക്കറിയില്ല എങ്ങനെയാണ് PSCയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ സാർ എന്താണോ പറയുന്നത് അതുപോലെ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് ഇത്രയും കാലം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് സാറ് പറയുന്ന പോലെ ടോപ്പിക് എക്സാമുകൾ എഴുതും, അതുപോലെ അതിന് തരുന്ന ടോപ്പിക്കുകൾ പഠിക്കും. പിന്നെ റിവിഷൻ അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാറ് ചെയ്യാറുള്ളത് ഒരാഴ്ച തന്നിട്ട് അത് ആ ഒരു വീക്കെൻഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എക്സാം തന്നുകൊണ്ടിരിക്കും, ആ തന്ന ടോപ്പിക്ക് മുഴുവൻ. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം എത്താൻ പറ്റാറില്ലായിരിക്കും, എങ്കിലും മാക്സിമം കവർ ചെയ്തിരുന്നു. പറ്റാത്തത് അടുത്ത തവണ പിന്നെയും അത് തന്നെയാണ് ട്യൂഷൻ തരാറുള്ളത്. അപ്പോൾ പിന്നെ അതൊന്നും കൂടെ ആ ഭാഗം, പിന്നെ ബുദ്ധിമുട്ടുള്ള ഭാഗം കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കും. അപ്പോൾ നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ ആ ഒരു റിവിഷൻ മെത്തേഡ് നല്ലോണം യൂസ്ഫുൾ ആയിരുന്നു. കാരണം സാറ് നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ച നേരത്തൊക്കെ എക്സാം വെച്ചിട്ടായിരുന്നു. ആ ടൈമിലുള്ളവർക്ക് അറിയാം. അപ്പോൾ ആ ടൈമിൽ സാറിങ്ങനെ ഓരോ എക്സാമും ഇങ്ങനെ ഓരോ നിയമങ്ങൾ പിന്നെ ഇട്ടിട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. 4-5-4 എക്സാമുകൾ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് പക്ഷെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങളും കാര്യങ്ങളൊക്കെ 1-2 വട്ടം നമ്മൾ ഒരുപാട് വട്ടം പഠിക്കുന്നതുകൊണ്ട് പിന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നിയമങ്ങളുടെ കാര്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കറണ്ട് അഫെയർസ് ആയിരുന്നു എനിക്ക് ഇത്തിരി കൂടെ ഇഷ്യൂ ഉണ്ടായിരുന്നത്. അത് പിന്നെ ആപ്പിലുള്ളത് തന്നെ പഠിച്ചിരുന്നത് കൂടുതൽ. പിന്നെ കുറേയൊക്കെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു കുറേ ഒരു പരിധി വരെ. പിന്നെ യൂട്യൂബ് അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. പിന്നെ ഇങ്ങനെ പിന്നെ ആകെ ഉണ്ടായിരുന്ന PYQ ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അത് കുറേ മാക്സിമം പഠിക്കാനായിട്ട് നോക്കി. എല്ലാം ഒന്നും പറ്റിയിട്ടില്ല, പിന്നെ ഒരുപാട് കഴിയാത്തതാണ് ഉള്ളത്. പക്ഷെ ഉള്ളതൊന്നും കൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഭരണഘടന, നിയമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിലുള്ളത് റിവൈസ് ചെയ്തു.